ലോകം മുഴുവൻ ടെക്നോളജിയിലും ഇക്കണോമിയിലും ചൈനയെ പേടിക്കുമ്പോൾ ചൈന പേടിക്കുന്നത് മറ്റൊന്നിനെയാണ്. അവിടുത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പ്രസവ വാർഡുകളെ. ചൈനയിൽ ബർത്ത് റേറ്റ് റെക്കോർഡ് വേഗതയിൽ താഴേക്ക് പതിക്കുകയാണ്. ഇത് മറികടക്കാൻ ചൈനീസ് ഭരണകൂടം ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്ന ഒരു വിചിത്രമായ വിദ്യ കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. 30 വർഷത്തെ ഇളവുകൾ അവസാനിപ്പിച്ച് കോണ്ടത്തിനും മറ്റ് കോൺട്രസെപ്റ്റീവ്സിനും 13% നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈന. ജനുവരി 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. എന്തുകൊണ്ടാണ് ചൈന ഇത്രയും കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത്? ഇത് ഗുണമാകുമോ അതോ വലിയൊരു ദുരന്തമാകുമോ? കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജനങ്ങളെ നിർബന്ധിക്കുന്ന ഈ പുതിയ ചൈനീസ് തന്ത്രത്തെക്കുറിച്ച് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ ഈ നികുതി വർധനവ് ജനങ്ങളുടെ പോക്കറ്റിനെ എത്രത്തോളം ബാധിക്കും? നമുക്ക് കണക്കുകൾ ആദ്യം ഒന്ന് നോക്കാം. ചൈനയിൽ നിലവിൽ ഒരു പാക്കറ്റ് കോണ്ടത്തിന് ഏകദേശം 40 മുതൽ 60 യുവാൻ വരെയാണ് വില. ഏകദേശം 500 മുതൽ 700 ഇന്ത്യൻ രൂപ വരും. അതുപോലെ തന്നെയാണ് കോൺട്രസെപ്റ്റീവ് പിൽസിന്റെ കാര്യം. ഒരു മാസത്തേക്കുള്ള മരുന്നിന് 50 മുതൽ 130 യുവാൻ വരെയാണ് വില വരുന്നത്. ഇതിന്റെ ഒക്കെ കൂടെ 13% നികുതി കൂടി വരുമ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയാകുമോ ഇല്ലയോ എന്നതുള്ളതാണ് ചോദ്യം. ഇന്നത്തെ ചൈനയുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അല്പം പിന്നിലേക്ക് പോകണം. 1980 മുതൽ 2015 വരെ ചൈനയിൽ നടപ്പിലാക്കിയിരുന്ന വൺ ചൈൽഡ് പോളിസി, ഒറ്റക്കുട്ടി നയം, ലോകം കണ്ട ഏറ്റവും ക്രൂരമായ ജനസംഖ്യാ നിയന്ത്രണങ്ങളിൽ ഒന്നായിരുന്നു. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചാൽ കുടുംബങ്ങൾ വലിയ പിഴ അടയ്ക്കേണ്ടി വന്നിരുന്നു. ഗർഭചിത്രത്തിനും അതുപോലെ സ്റ്റെറിലൈസേഷൻ, വന്ധ്യംകരണത്തിനും പലപ്പോഴും സ്ത്രീകൾ നിർബന്ധിതരായി. അങ്ങനെ വേണ്ട ബഹളമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായ മറ്റൊരു വശമുണ്ടായിരുന്നു. നിയമം ലംഘിച്ച് ജനിച്ച കുട്ടികളെ സർക്കാർ രേഖകളിൽ ചേർക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ജനിച്ച ദശലക്ഷക്കണക്കിന് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ചികിത്സ നേടാനോ യാത്ര ചെയ്യാനോ ഉള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടു. അവർ സ്വന്തം നാട്ടിൽ അദൃശ്യരായ പൗരന്മാരായി വളർന്നു. ഈ ക്രൂരതകളുടെ ഫലമാണ് ഇന്ന് ചൈന അനുഭവിക്കുന്ന ജനസംഖ്യാ ഇടിവ് എന്ന് വേണം പറയാൻ. 1993 മുതൽ ചൈനയിൽ ഗർഭനിരോധന ഉപാധികൾക്ക് നികുതി ഉണ്ടായിരുന്നില്ല. അന്ന് ചൈന നടപ്പിലാക്കിയിരുന്ന വൺ ചൈൽഡ് പോളിസി പ്രോത്സാഹിപ്പിക്കാനായിരുന്നു ഈ ഇളവ് നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. ചൈനയിലെ ജനസംഖ്യ കഴിഞ്ഞ 3 വർഷമായി കുറഞ്ഞു വരികയാണ്. ഇനി 2023 ചൈനയെ പിന്നിലാക്കി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറി. ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട പുതിയ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. 2019 1.47 കോടിയായിരുന്ന ജനനനിരക്ക് 2024 വെറും 95 ലക്ഷമായി കുറഞ്ഞു. 10 വർഷം മുൻപുള്ളതിന്റെ പകുതിയോളം മാത്രമാണിത്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ കഴിഞ്ഞ 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കായിരുന്നു ഇത്. ഈ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് 2015 2 കുട്ടികളും 2021 3 കുട്ടികളും വരെ ആകാമെന്ന് ചൈന നിയമം മാറ്റിയത്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഗവൺമെന്റ് പുതിയ നികുതിയുമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭനിരോധന മാർഗങ്ങൾ ഇനി അത്യാവശ്യ സേവനമായി കാണേണ്ടതില്ലെന്നാണ് ചൈനീസ് ഗവൺമെന്റിന്റെ നിലപാട്. ജനുവരി 1 മുതൽ പുതുക്കിയ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിയമപ്രകാരം കോണ്ടം, കോൺട്രസെപ്റ്റീവ് പിൽസ് എന്നിവ വാങ്ങുമ്പോൾ ജനങ്ങൾ 13% അധികം നികുതി നൽകണം. ലളിതമായി പറഞ്ഞാൽ ഗർഭം തടയുന്നത് ഇനി ചൈനയിൽ ചിലവേറിയ കാര്യമാകുമെന്ന് സാരം. ഇനി ഈ നികുതി വർധനവിനെ വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത് സ്റ്റിക് അഥവാ ശിക്ഷാ നടപടി എന്നാണ്. അതേസമയം തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ സർക്കാർ ചില പ്രോത്സാഹനങ്ങളും നൽകുന്നുണ്ട്. 2025 ജനുവരി മുതൽ 3 വയസ്സിൽ താഴെയുള്ള ഓരോ കുട്ടിക്കും പ്രതിവർഷം 3600 യുവാൻ, ഏകദേശം 46,000 രൂപ ഗവൺമെന്റ് ധനസഹായം നൽകും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹ സേവനങ്ങൾക്കും നൽകിയിരുന്ന നികുതി ചൈന ഒഴിവാക്കിയിരിക്കുകയാണ്. അതുപോലെ 2026 പ്രസവ സംബന്ധമായ എല്ലാ ചിലവുകളും ഇൻഷുറൻസ് വഴി സൗജന്യമാക്കാനാണ് ചൈനയുടെ പ്ലാൻ. ഇതിനർത്ഥം ഗർഭം തടയാൻ നോക്കിയാൽ ടാക്സ് അടയ്ക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ സർക്കാർ പണം തരും എന്നാണ് ചൈനീസ് ഗവൺമെന്റിന്റെ പോളിസി. എന്തായാലും ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഒരു കോണ്ടം പോലും വാങ്ങാൻ ശേഷിയില്ലാത്തവർ എങ്ങനെ കുഞ്ഞിനെ വളർത്തും എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അതേസമയം ഇതിലും വലിയൊരു അപകടം മെഡിക്കൽ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോണ്ടത്തിന് വില കൂടുന്നത് മൂലം അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അതായത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വർദ്ധിക്കാനും എയ്ഡ്സ്, സിഫിലിസ് തുടങ്ങിയ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലൈംഗിക രോഗങ്ങൾ പടരാനും സാധ്യതയുണ്ട്. കൂടാതെ അനാവശ്യ ഗർഭധാരണങ്ങൾ വർദ്ധിക്കുന്നത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും ബാധിച്ചേക്കാം. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ജനങ്ങളുടെ ആരോഗ്യം പണയപ്പെടുത്തുകയാണോ ചൈന എന്ന് പലരും ചോദിക്കുന്നുമുണ്ട്. ചൈനയുടെ ഈ വിചിത്രമായ പരീക്ഷണം വിജയിക്കുമോ എന്ന് കണ്ടു തന്നെ എന്തായാലും അറിയണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ജനങ്ങളെ നിർബന്ധിക്കുന്നത് ഫലം കാണുമോ അതോ ഇത് കൂടുതൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ചൈനയെ നയിക്കുമോ? ജനങ്ങളെ നിർബന്ധിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ ഈ നീക്കം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കാലം തെളിയിക്കും.